അപ്പോൾ ഇവിടെ പെട്ടെന്നായിരുന്നു സ്നോഫാൾ വന്നത് ഗായ്സ്. പെട്ടെന്ന് മഴയായിരുന്നു, 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ മഴയുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് സ്നോഫാൾ മീൻസ് സ്നോ ചെറുതായിട്ട് ഇങ്ങനെ ഫാൾ. പിന്നെ അങ്ങ് രാവിലെ മഴയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ മഴയും സ്നോയും കൂടെ മിക്സ് ചെയ്ത ഫാളായിരുന്നു നമ്മൾ കോളേജിൽ പോയപ്പം. അപ്പോൾ നമ്മൾ രാവിലെ കോളേജിൽ എണീറ്റപ്പോൾ കണ്ട കാഴ്ചയാണിത്. അപ്പോൾ ഫുള്ളിങ്ങനെ ചെറുതായിട്ടേ ഉള്ളൂ സ്നോഫാൾ, അധികം സ്നോഫാൾ ഇല്ല, എന്നാലും ഉണ്ട്. പെട്ടെന്ന് സമ്മർ സ്റ്റാർട്ടിങ് ആയിരുന്നു, സ്പ്രിങ് സമ്മർ സ്റ്റാർട്ടിങ് ആയിരുന്നു. പെട്ടെന്നായിരുന്നു ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തത്. ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയി. അതിങ്ങനെ പിന്നെ കണ്ടോ, സ്നോ ആണ്, പക്ഷേ നല്ല റെയിനും ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നോ ഇങ്ങനെ കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. സാധാരണ സ്നോഫോളിന് അത്ര തണുപ്പ് കാണത്തില്ല, പക്ഷേ ഈ സ്നോഫോളിന് നല്ല തണുപ്പായിരുന്നു. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇന്ന് ഹോസ്പിറ്റലായിരുന്നു ക്ലാസ്. അങ്ങനെ നമ്മൾ ക്ലാസ്സിനൊക്കെ വന്നു. അപ്പോൾ എപ്പോഴത്തെ കണങ്ങനെ ദിവ പാവക്കുട്ടി എടുത്തു വെച്ച് കളിപ്പിക്കലായിരുന്നു ഇന്ന് ഫുള്ളും. അപ്പോൾ ആദ്യം വന്നപ്പോൾ ഇതിന് കാണാൻ നല്ല ഇതായിരുന്നു. ഇപ്പം ഓരോ ക്ലാസ്സുകാരും വന്ന് ഓരോ ബാച്ചിനും ഉണ്ടല്ലോ, എല്ലാവരും അതിനെ മേക്കപ്പ് ചെയ്ത് അതിന് വേറൊരു കോലമായി. ഇപ്പോൾ ഒരു കാലൊന്നും ഇല്ല, അങ്ങനെ അതിന് ഭയങ്കര അവസ്ഥയായിട്ടിരിക്കുകയാണ്. ഓരോ ബാച്ചായിരിക്കും ഓരോരുത്തരാണ് ഇതിന് മെയിനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ എപ്പോഴും ദിവ തന്നെയാണ് ഈ പാവക്കുട്ടി എടുത്തു വെച്ച് നോക്കുന്നത്. അങ്ങനെ നമ്മളങ്ങനെ ക്ലാസ്സിലേക്ക് ഇരിക്കുകയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ഹോസ്പിറ്റലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമായിരുന്നു. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കണക്ക് സ്നോഫാൾ ഉണ്ടായിരുന്നു. സ്നോഫാളും മീൻസ് ഇങ്ങനെ റെയിൻ കണക്കായിരുന്നു സ്നോഫാൾ വന്നുകൊണ്ടിരുന്നത്. മീൻസ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊരു ടൈപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിങ്ങനെ സ്നോഫാൾ വന്ന് വീഴുന്നത്. പിന്നെ നമ്മൾ ഇന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടി നമ്മൾ മുട്ട പപ്സ് ഉണ്ടാക്കിയത് ഞാനാണ് ഉണ്ടാക്കി. അതിൻ്റെ വീടിനെ വേറെ ഇടുന്നതായിരിക്കും, പക്ഷെ നമ്മൾ പൊരിച്ചാണ് എടുത്തത് കൊണ്ട് നമുക്ക് മറ്റു രീതിയിലുള്ള ഇല്ലായിരുന്നു. മീൻസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കല്ലായിരുന്നു. പിന്നെ നമുക്കിന്ന് നോമ്പ് മുറിക്കാൻ മുട്ട പപ്സ്, ക്യാരറ്റ് ജ്യൂസ്, ഈ ഡേറ്റ് ഫ്രൈ, പിന്നെ മറ്റേ വേഫേഴ്സും, പിന്നെ നമുക്ക് മത്തങ്ങ പയർ ഉടച്ചറിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നല്ല സെറ്റായിട്ട് നമ്മൾ നോമ്പൊക്കെ